കുഞ്ഞ് മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് നെടുമങ്ങാട് പോയി അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ പരാതി തയ്യാറാക്കി ഡിവൈഎസ്പിക്കും നെടുമങ്ങാട് ഡിവൈഎസ്പിക്കും സർക്കിളിനും അതുപോലെ ഇമെയിൽ മുഖേന DGPക്കും ഇത് ഇമെയിൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ മോർച്ചറിൽ കണ്ട രംഗം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കുഞ്ഞിനെ കണ്ടത്. അദ്ദേഹം ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചെന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ദേഹത്ത് ഒരുപാട് മുറിപ്പാടുകളും പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ കണ്ടപ്പോൾ തന്നെ ആര് കണ്ടാലും പറയാം അത് കൊലപാതകമാണെന്ന്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു കുഞ്ഞിനെ അവിടെ കാണാനിടയായത്. അന്ന് ആണ് ഈ കുഞ്ഞിനെ എന്റെ മകന്റെ മരണത്തിന് ശേഷം കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നതും ഈ ചേതനയേറ്റ ശരീരമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് തരാം. ഞാൻ ഈ കുഞ്ഞിന് 2-3 മാസം കൊണ്ട് ഞാനിത് ഇതിന്റെ അഖിലയുടെ പുറകെ ഇത് നമ്മുടെ മാമനുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഇടപെട്ട് കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ വളർത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ എല്ലുകൾക്ക് ഒടിവ്, ശരീരത്തിലാകെ 51 മുറിവുകൾ, ജനനേന്ദ്രിയത്തിൽ പരിക്ക്, കൈകാലുകളിലും മുതുകിലും ശരീരത്തിൽ വിവിധ ഇടങ്ങളിൽ പൊള്ളലേൽപ്പിച്ചതിൻ്റെ പാടുകൾ. നെടുമങ്ങാട്ട് അർഷിദ് എന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ്റെ ശരീരം വെട്ടിമുറിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ശരീരത്തിലാകപ്പാടെ 51 മുറിവ്. ഈ 51 എന്ന് കേൾക്കുമ്പോൾ TP ചന്ദ്രശേഖരനെയാണ് ഓർമ്മ വരുന്നത്. കൊട്ടേഷൻ സംഘം വെട്ടിവീഴ്ത്തിയ TP ചന്ദ്രശേഖരനുണ്ടല്ലോ, അതുപോലെ ഈ 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരം എത്രയുണ്ടാകും? ഇത്രയുണ്ടാകും അല്ലേ? ആ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51 മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ശരീരത്തിൽ ഇനി മുറിവുകളില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഒന്നുണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 51 വയസ്സുള്ള വ്യക്തിയുടെ ശരീരം എത്രമാത്രം, ആ ശരീരത്തിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എത്രത്തോളം ഉണ്ടാകും? 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എത്രത്തോളം ഉണ്ടാകും അല്ലേ? നമ്മുടെ ഒരു കൈ പൊക്കം പോലും ഉണ്ടാകില്ലല്ലോ, ഒരു കൈയിൻ്റെ അത്ര വലുപ്പം പോലും ഉണ്ടാകില്ലല്ലോ. ആ 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ കണ്ടത് 51 മുറിവുകൾ. ശരീരത്തിൻ്റെ എല്ലുകൾ പലയിടങ്ങളിലും പൊട്ടിയതായിട്ട് കാണപ്പെടുന്നു. മുതുകിലും പുറത്തും കഴുത്തിലും അങ്ങനെ വിവിധ ഇടങ്ങളിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളലേൽപ്പിച്ചതിൻ്റെ പാടുകൾ. സിഗരറ്റ് കത്തിച്ചിട്ട് അതിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അതിലൊരു ആനന്ദം കാണുന്ന 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ ജനനേന്ദ്രിയത്തിലടക്കം മുറിവുകൾ, പരിക്കുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 51 മുറിപ്പാടുകളും ഇത്രയധികം പോറലുകളും അനുഭവങ്ങളും അക്രമങ്ങളും ആ 1.5 വയസ്സുകാരൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ 1.5 വയസ്സുകാരൻ്റെ ആയുസ് 1.5 വയസ്സുകാരൻ്റെതായിരുന്നില്ല. ഒരു മനുഷ്യൻ ആയുസ് കൊണ്ട് 19 വർഷം ജീവിച്ച ഒരു മനുഷ്യൻ ഇത്രമാത്രം ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് അത്രമാത്രം ക്രൂരത നേരിട്ട ഒരു വ്യക്തിയേ ഉള്ളൂ. അതാണ് TP ചന്ദ്രശേഖരൻ. അതാണ് ഞാൻ TPയുടെ പേര് പറയാൻ കാരണം. 51 വെട്ട് എന്നുള്ളത് TPയുടെ മുഖത്ത് മാത്രം ഉണ്ടായത് 51 വെട്ടിയ മുറിവുകളാണ്. ഈ 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിലും 51 മുറിവുകളുടെ പാടുകൾ, മുറിവുകൾ, ജനനേന്ദ്രിയത്തിലടക്കം പരിക്കുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേൾക്കാറുണ്ട്, എന്ത്, പെണ്ണ് കിട്ടാനില്ല എന്ന്. പക്ഷെ ഈ അടുത്ത കാലത്ത് കേട്ട പല സംഭവ വികാസങ്ങളും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. എല്ലാം ഈ സ്ത്രീകള്, അമ്മമാര്, ഇവരെ ഒന്നും സ്ത്രീകളൊന്നും അമ്മമാരൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ, അത് മറ്റൊരു വശമാണ്. എന്നാലും പറയാ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അമ്മമാരായിട്ടുള്ള ആളുകൾ അമ്മയാവില്ല, പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ? എന്താ കാരണം? ഇത് തന്നെയാണ് കാരണം. അപ്പോൾ ഈ 1.5 വയസ്സുകാരനെ പ്രസവിച്ച ആ സ്ത്രീ, ആ യക്ഷി, അതടക്കമുള്ള ഒരുപാട് സ്ത്രീകളുടെ കഥകൾ നമ്മൾ കേൾക്കുക. ഇവർക്കൊക്കെ ക്രിമിനലുകളോട് വലിയ താല്പര്യം. എല്ലാ കേസിലും ഇത്തരം ആളുകൾ, ഇവിടെ അഷ്കർ ആണെങ്കിൽ
ഇത്തരം ആളുകൾക്ക്, ഒരു ക്രിമിനൽ പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടുമുള്ള ആളുകൾക്ക് സ്ത്രീകൾ ഇങ്ങനെ വരിക്ക് നിന്ന് ഇങ്ങനെ മാടി വിളിക്കുകയാണ് ഇത്തരം ക്രിമിനലുകളെ. അതാണ് എനിക്ക് ഇതിൻ്റെ ഗുട്ടൻസ് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം ക്രിമിനലുകൾക്ക് സ്ത്രീകൾ ഇങ്ങനെ വരി നിന്ന് കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ, അതും കേരളത്തിൽ. നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസുകളിലൊക്കെ നോക്ക്, ഇതിലെ പ്രതികളായിട്ടുള്ള അമ്മയുടെ കാമുകന്മാർ, അമ്മയുടെ രണ്ടാം കെട്ടുകാരനായിട്ട് വരുന്ന ആളുകൾ, ഇവറ്റുകളൊക്കെ ഇത്തരത്തിൽ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇപ്പം ഈ അഷ്കർ എന്ന് പറയുന്നവൻ ആദ്യം ഒരു യുവതിയെ വിവാഹം കഴിച്ചു. ആ വിവാഹം ചെയ്ത ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ നോക്കി. ആകെ 10-14 മാസം ആ യുവതി കിടന്നത് കോമയിൽ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധം തുടങ്ങി, അതും കേസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഈ അർഷിദിനെ പ്രസവിച്ച അഖിലയിലേക്ക് എത്തുന്നത്. ഞാൻ ആ സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാത്തത് ഇത് അമ്മയല്ലാത്തത് കൊണ്ടാണ്. അർഷീദിനെ പ്രസവിച്ച ആ സ്ത്രീയിലേക്ക് എത്തുന്നത് പിന്നെ 3ാമത്തെ ടേണാണ്. ഈ അഷ്കർ എന്ന് പറയുന്നവൻ്റെ 3ാമത്തെ ടേൺ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ക്രിമിനലുകൾക്ക് വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ ഈ കേസിൻ്റെ ഉൾവശങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഇതാണ് എനിക്ക് പറയാൻ ഏറ്റവും ആഗ്രഹമുള്ളത്. കാരണം ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പല കേസുകളിൽ ഈ കഴിഞ്ഞ കാലത്തുണ്ടായ കേസുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്താൽ മതി. എന്താ സംഭവം? എല്ലാത്തിലും ഇതുപോലെ ഈ കുഞ്ഞു മക്കൾ എപ്പോഴും നമ്മളിതിൽ ശ്രദ്ധിക്കുന്നത് എന്താ, ഈ അമ്മ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ആദ്യ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഇതിൻ്റെ വിലയായിട്ട് നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും അമ്മമാരും ഇതിന് കൂട്ടാണ്. ഇപ്പോൾ മകൻ്റെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ കുഞ്ഞിൻ്റെയും ഈ അഖിലയുടെയും ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് ഈ കുഞ്ഞിൻ്റെ കൈ രണ്ടും ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു മണി ചലഞ്ചിൽ പങ്കെടുക്കുന്ന ഒരു വീഡിയോ. അന്ന് പറഞ്ഞത് എന്താ, സൈക്കിളിൽ നിന്ന് വീണ് കുഞ്ഞ് കൈ പൊടിഞ്ഞു എന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അന്ന് സൈക്കിളിൽ നിന്ന് വീണിട്ടല്ല ആ കുഞ്ഞിൻ്റെ കൈ രണ്ടും ഒടിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 1.5 വയസ്സുകാരൻ ഇപ്പോൾ 1.5 വയസ്സ് മാസങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞിന് എത്ര പ്രായം ഉണ്ടാകും? ഒരു വയസ്സ് 1 വയസ്സ് 2 മാസം ഒക്കെ പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞു പോലും. കൃത്യമായിട്ട് ആ കൈ ഒടിച്ചതല്ലേ? 2 കൈയും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ 2 കൈയും ഒടിച്ചതല്ലേ? ഇന്ന് ആ കുഞ്ഞിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുക. ക്രൂരമായി ആക്രമിച്ചിട്ട്, എന്നിട്ട് ഇതിൽ കൃത്യമായിട്ട് ഈ കാമുകനും പങ്കുണ്ട്. കാമുകനാണ് ചെയ്തത്. ഈ പറയുന്ന അഖിലക്കും പങ്കുണ്ട്. ഈ അഖിലയുടെ ആദ്യ ഭർത്താവ് 2 വർഷം മുമ്പ് മരിച്ചതാ. ഭർത്താവ് മരിക്കുമ്പോൾ അഖില ഗർഭിണിയാണ്, കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. ആ കുഞ്ഞാണിത്. ഇവൻ വന്നു കയറി ആ കുഞ്ഞിനെ തീർത്ത് കളഞ്ഞു. കാമുകനും അമ്മയും കൂടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കിപ്പോൾ ഈ ക്രിമിനലുകളോട് വലിയ താല്പര്യമായി മാറുന്നു എന്നുള്ളതായിട്ട് കാണുകയാണ് നമ്മൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു അന്തരീക്ഷം നാട്ടിലുണ്ട്. ക്രിമിനലുകളോട് വലിയ താല്പര്യം. പല കേസുകൾ, പല സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് മാസം മുമ്പല്ലേ അമ്മയും കാമുകനും ചേർന്ന് കടൽ തീരത്തെ പാറക്കെട്ടിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നത്. ഇപ്പം ഇന്നലെ ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ്? 19കാരി പ്രസവിച്ചു, 19കാരി ആശുപത്രിയിലെ ജനലിലൂടെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പുറത്തേക്ക്. വിവാഹിതയല്ല. കാമുകനാരാ? കാമുകൻ ഏതോ അതിഥി തൊഴിലാളി കാമുകൻ. അതിഥി തൊഴിലാളിയായിട്ടുള്ള കാമുകനെ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു 19കാരി ആശുപത്രിയുടെ ജനാലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കാമം ഇങ്ങനെ തലക്ക് കയറി പിടിച്ചിട്ട് ജീവിതം അത്രയും കാമമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. കാമം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, ബന്ധങ്ങളില്ല. അമ്മയും മകനും കുഞ്ഞും, അല്ലെങ്കിൽ മാതാപിതാക്കൾ, സ്വന്തം ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ, ഇത്തരം ഒരു ബന്ധങ്ങൾക്കും ഒരു വിലയുമില്ല. കാമത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഈ കാമത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യം വേണം. എന്തിനാ സ്വാതന്ത്ര്യം? കാമം അടക്കി പിടിക്കാൻ കഴിയാതെ,
കാമാസക്തിയിൽ സ്വാതന്ത്ര്യം വേണം. എന്തിനാ? കാണുന്നവരുടെ കൂടെയൊക്കെ ചെന്ന് കിടക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്തോ മറ്റേ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നില്ല. അങ്ങനെയും ചില ആളുകളൊക്കെ ഉണ്ട്. കാണുന്നവൻ്റെ കൂടെയൊക്കെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്ത്രീകൾ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പുരുഷന്മാരും അങ്ങനെയുണ്ട്, സ്ത്രീകളും ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പ്രവണത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കാമം 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 കാമം. ഈ കാമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ജന്മം നൽകിയ കുഞ്ഞിനെ പോലും കൊല്ലാൻ തയ്യാർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഒരു ഭാഗത്ത്, സമൂഹത്തിൽ ഒരു ഭാഗത്ത് ചില മാന്യമായിട്ട് ജീവിക്കുന്ന ചില യുവാക്കളുണ്ട്. മാന്യമായിട്ട് ജീവിക്കുന്ന, വളരെ കാമായി മാന്യമായി ഒരു പ്രശ്നത്തിനും ഒരു ക്രിമിനൽ കേസിലും എവിടെയും പെടാതെ മാന്യമായിട്ട് ജീവിക്കുന്ന യുവാക്കളുണ്ട്. ഇവറ്റകൾക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നാണ് പറയണേ. എന്താ കാര്യം? അവൻ വൈബില്ല എന്നാ പറയണേ. വൈബില്ലാത്തത് കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. വൈബൊക്കെ ആർക്കാ ഉള്ളത്? ക്രിമിനലുകൾക്ക് വൈബാണത്രേ. ക്രിമിനലുകൾക്ക് മാത്രമാണ് വൈബ്. അതാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. രണ്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. കേരളത്തിലുള്ള കാര്യമാണ് പറയണേ, നമ്മുടെ നാട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. മാന്യവും മര്യാദക്കും നല്ല അടങ്ങി ഒതുങ്ങി ക്രിമിനലൊന്നും അല്ലാതെ നല്ല രീതിയിൽ ജോലിക്ക് പോയി വലിയ ശമ്പളങ്ങളൊന്നും ഉണ്ടാവില്ല. തുച്ഛമായ ശമ്പളങ്ങളായിരിക്കും. വലിയ യോയോ ബൈക്കുകളോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വലിയ പ്രശസ്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ പട്ടിണി കിടക്കാതെ കുടുംബം നോക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. വലിയ പത്രാസൊന്നും ഉണ്ടാവില്ല. വലിയ ഫ്രീക്കന്മാരൊന്നും ആയിരിക്കില്ല. ഇതൊന്നും ആയിരിക്കില്ല. അങ്ങനത്തെ എനിക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല. പെണ്ണുങ്ങളില്ല അത്രേ. അവരെയൊന്നും വേണ്ടെന്ന് അത്ര ആണ് ആര് പറയുന്നത്? എന്താ പ്രശ്നം? ഇവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് ആ ബന്ധത്തിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ അഴിഞ്ഞാട്ടം നടക്കില്ല. ഈ തോന്നുംപടിയുള്ള ജീവിതം നടക്കില്ല. അഴിഞ്ഞാടി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ യോയോ ഹണി സിംഗ് എന്ന് പറയും പോലെ യോയോ പുരുഷന്മാർ. ഏതാ ഈ യോയോ പുരുഷന്മാർ? പക്കാ ക്രിമിനലുകൾ. ആ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് പാവിരിച്ച് കാത്തിരിക്കുന്ന കുറേ സ്ത്രീകൾ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഇത്തരം ക്രിമിനലുകൾക്ക് പാവിരിക്കാൻ ഒരുപാടെണ്ണം ഉണ്ടെന്നേ. ഇത് കാമമല്ലാതെ മറ്റെന്താണ്? ഇപ്പൊ കാമം തലക്ക് കയറി ഭ്രാന്ത് പിടിച്ചിട്ടാണല്ലോ ആ കുഞ്ഞിനെ കൊന്നത്. ഇത് ഒന്നും രണ്ടും സംഭവം, ഒറ്റപ്പെട്ട സംഭവമാണോ? ഇത് നിരന്തരമായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? എത്ര ആളുകൾ ഉണ്ടാവും ആ കുഞ്ഞിനെ ഒന്ന് ഏറ്റെടുത്ത് സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ സംരക്ഷിക്കാൻ എത്ര ആളുകൾ ഉണ്ടാകും എന്ന് അറിയാമോ? എന്തിന്? ഈ അഖിലയുടെ മരിച്ചുപോയ ഭർത്താവ് അഖിലിൻ്റെ കുടുംബം കോടതിയിൽ പോയി, സ്റ്റേഷനിൽ പോയി കേസ് നടത്തുക. ആ കുഞ്ഞിൻ്റെ സംരക്ഷണം ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിന് പോലും വിട്ടു നൽകാതെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തത് ഈ, ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ വരുന്ന വാക്കുകൾക്ക് അതൊരു മാന്യതക്കപ്പുറമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ സംഭവം കേട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക. ഒരുത്തനെ കെട്ടി 2 വർഷം മുമ്പ് അവൻ മരിച്ചു. ശരി, അടുത്തൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കണ്ടേ? ഇത് ഈ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഈ ബന്ധങ്ങൾ കൊണ്ടു നടക്കുക എന്തിനാണെന്നറിയോ? അതൊരു റെസ്പോൺസിബിൾ അല്ലാത്ത ബന്ധങ്ങൾ. എന്തുകൊണ്ടാണ്? റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ പറ്റൂല. കാമം തീർക്കണം, ഊക്കി തീർക്കണം എന്നുള്ളതാണ് ഇവറ്റകളുടെ ചിന്താഗതി. ഊക്കൽ മാത്രം നടക്കണം എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന കുറേ എണ്ണം. ഇതിൻ്റെ പേരെന്താണെന്നറിയുമോ? ഇപ്പുറത്തെ അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. എന്ത്? തോന്നും പോലെ ഊക്കി നടക്കുക. പണം, കുറേ എണ്ണം പണത്തിന് വേണ്ടിയിട്ട്, കുറേ എണ്ണം മറ്റു പലതിനും വേണ്ടിയിട്ട്, കുറേ എണ്ണം മയക്കുമരുന്നിന് വേണ്ടിയിട്ട്. എല്ലാം ഉണ്ട്. സ്ത്രീകളുടെ ഇടയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗമൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുക. അപ്പം മയക്കുമരുന്നിന് വേണ്ടിയിട്ട് കുറേ എണ്ണം ഊക്കി നടക്കുക, കുറേ എണ്ണം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഊക്കി നടക്കുക, കുറേ എണ്ണം മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഊക്കി നടക്കുക. ഇതിൻ്റെ പേര് സ്വാതന്ത്ര്യം, ഇതിൻ്റെ പേര് സ്ത്രീ സ്വാതന്ത്ര്യം, ഇതിൻ്റെ പേര് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ വകവെച്ച് നൽകൽ. നമ്മളിതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ സ്ത്രീ വിരുദ്ധരാകും. അങ്ങനെയുണ്ട്. ഇതൊന്നും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ
നമ്മളൊക്കെ സ്ത്രീ വിരുദ്ധരാ. ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിക്കലായി മാറും. അതാണ് ഇപ്പോഴത്തെ കാരണം. എന്താ ഇത് പറയുന്നവനെ വലിയ പ്രശ്നക്കാരനാക്കിയില്ലെങ്കിൽ ഇവരെ ഈ പരിപാടി, ഈ അഴിഞ്ഞാട്ടം നടക്കില്ല. അത് തന്നെയാണ് ഈ അഴിഞ്ഞാടിയുള്ള ജീവിതം, ഈ കാമം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ജീവിതം നടക്കില്ല. ആരെങ്കിലുമൊക്കെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായാൽ അപ്പോൾ അവരെയൊക്കെ അടിച്ചൊതുക്കാൻ അത് സ്ത്രീ വിരുദ്ധത, സ്ത്രീകളെ അധിക്ഷേപിക്കൽ, അങ്ങനെ പല പേരുകളിലും പല കാര്യങ്ങളാക്കുക അല്ലേ നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്തരം ഒരു ക്രിമിനല് ആദ്യം ഒരു യുവതിയെ കല്യാണം കഴിക്കുന്നു. ആ യുവതിയെ കല്യാണം കഴിച്ച് ആ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ യുവതി വലിയ അപകടനിലയിൽ കോമയിൽ കിടക്കുന്നു. 14 മാസം ഇവൻ കല്യാണം കഴിച്ച ആദ്യത്തെ ഭാര്യ കോമയിൽ കിടന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ആ ഭാര്യയുടെ ആദ്യം ഇവൻ കല്യാണം കഴിച്ച ആ യുവതിയുടെ അമ്മയുടെ ചില പ്രതികരണങ്ങളൊക്കെ ഇന്ന് ചാനലുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ മകള് 14 മാസം ഇവൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ട് 14 മാസം കോമയിൽ കിടക്കുന്നു. ഇവൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നു, പുറത്തു വരുന്നു, അടുത്ത ബന്ധം തുടങ്ങുന്നു, അവിടെ കേസാകുന്നു, വീണ്ടും ജയിലിൽ പോകുന്നു, കുറച്ച് ദിവസം അകത്ത് കിടക്കുന്നു, പുറത്തു വരുന്നു, വീണ്ടും ബന്ധം. എവിടുന്നാണോ ഇങ്ങനെ സ്ത്രീകളെ കിട്ടുന്നത്? ഇതിന് എവിടുന്നാ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, മാന്യമായി ജീവിക്കുന്നവന് സ്ത്രീകളെ കിട്ടാനില്ല. വിവാഹം കഴിക്കാൻ സ്ത്രീകളെ കിട്ടുന്നില്ല. എന്നാൽ ഇത്തരം ക്രിമിനലുകൾക്ക് പാവിരിച്ച് കാത്തിരിക്കുന്നു, ക്യൂ നിൽക്കുന്ന സ്ത്രീകൾ എവിടെ വരെ എത്തി നിൽക്കുന്നു നിങ്ങൾ? എന്താണ് ആകെ 2 കണ്ടീഷൻ, 2 മാനദണ്ഡങ്ങൾ. എന്തായത്? 1 പണം, 2 കാമം. ഭാര്യ ആവാനൊന്നും പറ്റില്ല, കൂടെ കിടക്കാം. നിന്റെ കൂടിയും കിടക്കും, അവൻ്റെ കൂടിയും കിടക്കും, അപ്പുറത്തുള്ളവൻ്റെ കൂടെ പോയിട്ടും കിടക്കും. ആരൊക്കെ കൂടെ കിടക്കാൻ വിളിച്ചോ അവൻ്റെ കൂടെയൊക്കെ പോയി കിടക്കും. തയ്യാറുണ്ടോ? നിനക്ക് എൻ്റെ കൂടെ കിടക്കാം, ഞാൻ അവിടെയും പോയി കിടക്കും, നിനക്ക് വേണേൽ നീ വേറെ അടുത്ത് പോയി കിടന്നോ. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഈ ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും വിവാഹങ്ങളൊന്നും വേണ്ട. വിവാഹമൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ആർക്കും വിവാഹം ചെയ്യാൻ പറ്റില്ല. എന്നാലോ ഊക്കൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. കാണുന്നവൻ്റെ കൂടെയൊക്കെ പോയി കിടക്കുക, കാണുന്നവളുമാരുടെ കൂടെയൊക്കെ പോയി കിടക്കുക, ഊക്കി നടക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ശബ്ദമുയർത്താൻ കുറേ ആളുകളും. എന്താ കാര്യം? ബെഡക്കാക്കി തനിക്കാക്കണം. അവനാണെങ്കിലും അവളാണെങ്കിലും ബെഡക്കാവണം. ബെഡക്കായാലേ തനിക്കും ഊക്കാൻ കിട്ടുകയുള്ളൂ എന്നുള്ള ചിന്താഗതി. അവിടെ നിന്നാണ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചുമുള്ളൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതല്ലേ നടക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്താ? 1, 1.5, 2, 2.5, 3 വയസ്സുകൾ മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവന് പോലും വിലയില്ല. അതിനേക്കാളൊക്കെ വിലയുള്ളത് എന്താ? കാമം. അതിനേക്കാളൊക്കെ വിലയുള്ളത് എന്താ? പണം. എങ്ങനെയെങ്കിലും പണം ഉണ്ടാവണം. വലിയ അടിച്ചുപൊളിയുള്ള ജീവിതം. 3 നേരം റെസ്റ്റോറൻറ്റുകളിൽ പോയി, ഹോട്ടലുകളിൽ പോയി, പബ്ബുകളിൽ പോയി മദ്യപിച്ചും മയക്കുമരുന്നുകൾ അടിച്ചു കയറ്റിയും ഭക്ഷണം കഴിച്ചും തോന്നും പോലെ ടൗണുകളിൽ കയറി നടന്നും കയറി ഇറങ്ങിയും നിരങ്ങിയും കിടന്നും കുടന്നും ഊമ്പിയും ജീവിക്കണം. ഇത് മാത്രമാണ് ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആര് പണം തരാന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെയൊക്കെ പോയി കിടക്കാൻ തയ്യാർ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം ക്രിമിനലുകൾക്ക് ഇത് ഞാനീ പറയുന്നത് ഇന്നിപ്പോൾ ഉണ്ടായ നെടുമങ്ങാട് സംഭവിച്ച ഈ സംഭവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, നിങ്ങൾ ഒരൊറ്റ വർഷം പിന്നോട്ടൊന്ന് സഞ്ചരിച്ചു നോക്ക്. കേരളത്തിൽ നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള കേസുകൾ എത്ര കേസുകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്? ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ബാത്റൂമിൽ ഉപേക്ഷിച്ചിട്ട് പോവുക. വീട്ടുകാർ പോലും അറിയുന്നില്ല പ്രഗ്നൻ്റ് ആവുന്നത്. സ്വന്തം മകള് പ്രഗ്നൻ്റ് ആവുന്നത് വീട്ടുകാർ പോലും അറിയുന്നില്ലെന്ന്. എങ്ങനെ അറിയാനാ? സ്വാതന്ത്ര്യമാണ്. തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും, തോന്നുമ്പോൾ കയറി വരും. എങ്ങനെയാ കയറി വരുന്നത്, എവിടെയാ പോകുന്നത്, ഒരാളും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പ്രശ്നം ചോദിച്ചാ പ്രശ്ന, പറഞ്ഞ പ്രശ്ന.
ഇതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തരഫലം അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുറിവേറ്റ് ആക്രമിക്കപ്പെട്ട ജനനേന്ദ്രിയത്തിൽ പോലും മുറിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്ന അതിക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. അല്ലേ? ഇതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.